ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന അരേലിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അരേലിയ പ്ലാന്റ്സ് സ്റ്റെമ്പ് വെച്ച് നട്ടുപിടിപ്പിക്കുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗവും അതുപോലെ തന്നെ എന്തൊക്കെ കെയറിംഗ് ആണ് അതിന് ചെയ്യേണ്ടതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 തരം അരേലിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിലുള്ളൂ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അരേലിയ പ്ലാന്റ് ഇല്ലാത്ത ഒരു ഗാർഡൻ വളരെ കുറവായിരിക്കും. എല്ലാവരുടെ വീട്ടിലും ഒരു അരേലിയൻ്റെ പ്ലാന്റെങ്കിലും ഇല്ലാതിരിക്കില്ല. വളരെ പോപ്പുലറായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഒരു ചെടിയാണ് അരേലിയ ചെടികൾ. ഈ ഒരു ചെടിയെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ് വളരെ സിമ്പിളാണ്. അരേലിയ ചെടികളുടെ പല വെറൈറ്റീസും നമുക്കിപ്പോൾ ഗാർഡനിൽ അവൈലബിൾ ആണ്. അതിലൊരു 3 വെറൈറ്റീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്നാമത്തത് ഗോൾഡൻ അരേലിയ പ്ലാന്റ്സ്, 2 വൈറ്റ് അരേലിയ പ്ലാന്റ്സ്, മൂന്നാമത്തത് ഗ്രീൻ അരേലിയ പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെ 3 വെറൈറ്റീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതാണ് ഗ്രീൻ അരേലിയ പ്ലാന്റ്സ്. ഇത് ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു 2.5 മാസമായിട്ടുണ്ട്. പ്രത്യേക കെയറിങ്ങും വളപ്രയോഗവും ഒന്നുമില്ലാതെ തന്നെ ഇത് നല്ല ഹെൽത്തിയായി ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മാസം പ്രായമുള്ള ചെടിയാണിത്. ഇതും തന്നെ പ്രത്യേക കെയറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് കുറഞ്ഞ സൺലൈറ്റിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു വർഷം മുമ്പ് ചെറിയൊരു തളിര് സ്റ്റെമ്പ് നട്ടുപിടിപ്പിച്ച അരേലിയ പ്ലാന്റ്സ് ആണിത്. ഇത് ഗോൾഡൻ നിറമാണ്. ഇതിന് സൺലൈറ്റ് ലഭിക്കുന്നതോടത്തോളം ഇതിൻ്റെ നിറം ഗോൾഡൻ നല്ല ഭംഗിയുള്ള നിറമായി ലഭിക്കും. ഇതിൻ്റെ തന്നെ വെറൈറ്റി ഗ്രീൻ ഉണ്ട്. അത് സൺലൈറ്റ് ലഭിച്ചാലും ഇല്ലെങ്കിലും നല്ല ഗ്രീൻ കളറായി തന്നെ നിൽക്കും. അപ്പോൾ ഇത് ഇൻഡോറായി വളർത്തുന്നവർ ഇടക്കൊന്ന് സൺലൈറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് വെച്ച് നിറമൊന്ന് ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. ഈ 3 ചെടികളും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി മാറ്റാവുന്നതാണ് കേട്ടോ. വെട്ടി മാറ്റുമ്പോൾ നമ്മൾ തളിരില മാത്രം വെട്ടി ഷേപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേക പരിചരണമോ അതുപോലെ തന്നെ വളമോ ഒന്നുമില്ലാതെ തന്നെ ഈ ചെടികൾ നല്ല ഹെൽത്തിയായി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ചെടികൾ ഇൻഡോറായി വളർത്തുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഔട്ട്ഡോറായി നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ നല്ല വെയിലുള്ള ടൈമാണെങ്കിൽ ഡെയിലി 1 പ്രാവശ്യം നനച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നടൽ രീതി എങ്ങനെയെന്ന് നോക്കാം. അതായത് 3/4 കപ്പ് മണ്ണും അതിലേക്ക് 1/4 കപ്പ് മണലും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പ്രത്യേക വളമോ ഒന്നും ഇതിന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഓരോ ചെടിയിൽ നിന്നും എങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം. ഒരു 2 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ തലപ്പെടുത്ത് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അത് നട്ടുപിടിപ്പിച്ചാൽ മതി. നല്ല മൂത്ത സ്റ്റെമ്പിലേറെ പെട്ടെന്നുണ്ടാകുക തളിരാണ്. അതുപോലെ തന്നെ ഇതും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇത്ര ഒരു ചെറിയ തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഹെൽത്തിയായ ഒരു ചെടിയെ പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചെടികൾ വെള്ളത്തിലിട്ടും നമുക്ക് വേര് പിടിപ്പിക്കാവുന്നതാണ്. ഈ ചെടിയും അതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ ഷേപ്പിങ്ങിന് വേണ്ടി വെട്ടിക്കളയുന്ന ഇത്ര വലിപ്പമുള്ള സ്റ്റെമ്പ് നട്ടാൽ തന്നെ ഇതുപോലെ ഹെൽത്തിയായ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്.
മണ്ണിൽ താഴ്ത്തി വെക്കുന്ന ഭാഗത്തെ 2 ഇല കളഞ്ഞു കൊടുത്ത് നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇത് നട്ടുപിടിപ്പിക്കുന്ന വേറൊരു രീതിയാണ് ഇതുപോലെ നല്ല ശിഖരങ്ങളുള്ള ഒരു ചെറിയ സ്റ്റെമ്പ് എടുക്കുക. അപ്പോൾ ഇതിന് 3-4 ശിഖരങ്ങളുള്ള തൈയാണ്. അങ്ങനെയുള്ള ഒരു സ്റ്റെമ്പ് നട്ടാൽ ഇതുപോലെ നല്ല തിക്കായി വരുന്ന അരേലിയ ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചയോളമൊക്കെ പ്രായമുള്ള ചെടികളാണ്. ഞാൻ ഇതുപോലെ തരപ്പെടുത്ത് നട്ട ചെടികളാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് പറിച്ച് ഇതിൻ്റെ വേരൊക്കെ എങ്ങനെയൊന്ന് നോക്കാം. നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെടി നട്ടതിൻ്റെ 2 ഇഞ്ച് അകലത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ ഇളക്കി പറിച്ചെടുക്കണം. എങ്കിലുള്ളൂ നമുക്ക് വേര് പൊട്ടാതെ ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഏത് ചട്ടിയിലാണോ സെറ്റ് ചെയ്യുന്ന അതിൽ മണ്ണും മണലും യോജിപ്പിച്ച് മിക്സാക്കിയതിന് ശേഷം നട്ടുകൊടുത്താൽ മതി. ഇങ്ങനെ മാറ്റി നടുന്ന ചെടികൾക്ക് നമ്മൾ വെള്ളം ഡയറക്റ്റായി ഒഴിച്ച് കൊടുക്കരുത്, സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും ഞാൻ അതുപോലെ തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനും വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറിച്ച് നടുന്ന ചെടി നടുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചാണകവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലും പൊടി എന്നിവയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പുതുതായി നടുന്ന ചെടികൾ നമ്മൾ ഒരാഴ്ച തണലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എൻ്റെ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.